പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന മില്ലറ്റ്സിൻ്റെ അതിൻ്റെ പൊടി ഉപയോഗിച്ചുള്ള ഒരു കുറുക്കാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു കുറുക്കാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് റാഗി കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഈ കയ്യിൽ കൊണ്ട് 2 കയ്യില് റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു ശർക്കര, കുറച്ച് നാളികേരം ചെരുകിയത്, 2 ഏലക്കായ. റാഗിപ്പൊടിയും നാളികേരവും ഈ 2 ഏലക്കായയും ചേർത്ത് ഇത് മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ച് ചേർക്കണം. ഏലക്കായ തൊലി കളഞ്ഞ് കുരു മാത്രം ചേർത്താൽ മതി. പാകത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നല്ലോണം. ശർക്കര പാകത്തിന് വെള്ളം വെച്ച് ഉരുക്കിയെടുക്കണം. റാഗിപ്പൊടിയും നാളികേരവും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇതിന്റെ വെള്ളം പാകമാണ്. വെള്ളം പോരെങ്കിൽ മാത്രം കുറച്ച് ചേർത്താൽ മതി. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് കുറുക്കുണ്ടാക്കാം. ഒരു മീഡിയം തീയിലിട്ടാൽ മതി. എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. സ്റ്റൗ കത്തിച്ച് കുറുക്കതിൻ്റെ മേലെ വെക്കുക. കുറുക്ക് നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കുന്നതായിരിക്കും. മീഡിയം ചൂടിൽ വെച്ചാൽ മതി കേട്ടോ, ചൂടാകുന്നത് വരെ. നമ്മുടെ റാഗി കുറുക്ക് കുറുകി വരുന്നുണ്ട്. ഇതിൽ വെള്ളത്തിന്റെ അളവ് ഒട്ടും കുറഞ്ഞു പോകരുത്. പെട്ടെന്ന് തന്നെ അത് കുറുകി കട്ടാവാൻ സാധ്യതയുള്ളൊരു ഡിഷാണ്. അപ്പൊ അതനുസരിച്ച് വെള്ളം നമ്മളെപ്പോഴും വെക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കുറുക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രീതിയിലാണ് ഇതിപ്പോ ഉണ്ടാക്കുന്നത്. കുറുക്ക് പെട്ടെന്ന് കട്ടിയാകുന്നത് കൊണ്ട് ഇതില് വെള്ളത്തിന്റെ അളവ് പാകത്തിന് തന്നെ ആയിരിക്കണം. ഇതിലൊരു ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് ശർക്കര ഉരുക്കിയ വെള്ളവും, അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് ആകെ ചേർത്തിട്ടുള്ളത്. റാഗി കുറുക്ക് ഏകദേശം പാകമായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം.